ഹർത്താൽ എന്നാൽ ഹരതാളം എന്നാണല്ലോ സംസ്കൃതത്തിലെ അതിൻ്റെ വ്യുൽപ്പത്തി. ഹർത്താൽ എന്നാൽ ഹരതാളം എന്ന് വെച്ചാൽ ശിവൻ്റെ താളം, ശിവതാണ്ഡവം. ശിവതാണ്ഡവം മുഴങ്ങുന്ന ഒരു മധ്യാഹ്നത്തിലാണ്, ഒരു പൂർവ്വ മധ്യാഹ്നത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാകട്ടെ അതിമനോഹരമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ബാറാണ്. ഇന്നേ ദിവസം ഇവിടെ എത്തിയ കഥയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ്, ഇതാണ് എമിലീസ് ബൈ ജെ ഡാനിയൽസ്. എമിലീസ് ബൈ ജെ ഡാനിയൽസ് ഒരു അടിപൊളി സെറ്റപ്പ്. അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഞാൻ പല ഇത് വെച്ചാൽ ഞാനങ്ങനെ നിത്യമായിട്ട് മാറിപ്പോകുന്ന ആളല്ല, അപൂർവമായിട്ട് ചില വ്ളോഗുകളുടെ പറ്റി ആവശ്യമായിട്ട് പോകാറുണ്ട്. പോകുമ്പോൾ മനോഹരമായ സ്ഥലങ്ങൾ പലതും, മനോഹരമായ പല ബാറുകളും കണ്ടിട്ടുണ്ട്. ഈവൻ പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ, ഊട്ടിയിലും ഒക്കെയുള്ള വലിയ സ്റ്റാർ ഹോട്ടലുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ഹോട്ടൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സൂപ്പർബായിട്ട് അതിൻ്റെ ഏറ്റവും ചേതോഹരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഇപ്പം പണമുള്ളവർ അതിനകത്ത് വരുന്നു, പണമില്ലാത്തവർ പുറത്ത് നിൽക്കുന്നു. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ തന്നെയും ഇത് ഒരു നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഏതൊരു മനുഷ്യൻ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പം ചിലപ്പോൾ ഒരു കള്ള് ഷാപ്പാകാം, ഒരു ബാറാകാം. വീട്ടിൽ ആംബിയൻസ് ഉള്ളതിനെ എന്ന് കടന്ന് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലിരിക്കാം. അപ്പോൾ എന്നാൽ ഏത് സമയത്തും നമ്മൾ വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറാണ്. വീട്ടിൽ തന്നെ ഇരിക്കുക. അല്പസമയം വീടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വീട് പുറത്തുനിന്ന് കൂട്ടിയാൽ എന്ത് പറ്റും? ഗൃഹം എന്ന് പറയും. ഗൃഹം കിട്ടുന്നുണ്ടെന്ന് വയ്ക്കുന്നത്. ഗൃഹം എന്നാൽ വീട്, ഹൗസ് നമ്മളൊക്കെ പറയുന്നത് വീട്. മനുഷ്യൻ്റെ സ്വപ്നമാണ് വീട്. ആ വീട് പുറത്തുനിന്ന് കൂട്ടിയാലോ, പുറത്തുനിന്ന് ഒരു താഴെ വീണാൽ കാരാഗൃഹം. അങ്ങനെ നിരവധി പാട്ടുകളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചുള്ള. പാട്ടുകളെന്ന് പറഞ്ഞാൽ നിരവധി പാട്ടുകളുണ്ട്. അതിനകത്ത് ഒരു പാട്ട് നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഞാനിപ്പോൾ അടിച്ചേക്ക് ബൂസായിട്ടൊന്നുമില്ല. ഞാനൊരു സ്മോളോ ഒരു ലാർജോ വല്ല അത്യാവശ്യമുള്ള ഒരു ഗോൾഡൻ മൂമെൻറ്റോ അല്ല മാജിക് മൂമെൻറ്റ്സോ ഏതെങ്കിലും ഒരു വോട്ടോ എല്ലാം വാങ്ങിച്ച് 2-3 മണിക്കൂറൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അങ്ങനെ കഴിക്കുന്നില്ല, അങ്ങനെ കഴിക്കാം, എങ്ങനെയും കഴിക്കാം. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചുള്ളതാണ്. അപ്പോൾ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. എന്തുകൊണ്ട് ഈ ബാർ ചേതോഹരമായിരിക്കുന്നു എന്നുള്ളപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഒരു എക്സിക്യൂട്ടീവ് ബാറാണ്. ഇവിടെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ എമിലീസ് ജെ ഡാനിയൽസിൻ്റെ ഈ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ എക്സിക്യൂട്ടീവ് ബാറിൽ ഒരു അല്പനേരം. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ, പിന്നെ ഇതൊന്നും അത്ര നമ്മളൊരു പോലീസ് സ്റ്റേഷനെ ഭയക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭയക്കേണ്ട കാര്യമില്ല. അപ്പം അവിടെ ചെന്നാൽ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ വേണം. എന്നുവെച്ചാൽ ഒരുപാട് ഭയങ്കര ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമേ സാധാരണ ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഒരു ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമേ ഒരു ബാർ ഹോട്ടലിൽ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മളവിടെ കയറുമ്പോൾ ചില പ്രോട്ടോകോൾസൊക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം ലുങ്കിയൊക്കെ എടുത്താൽ ബാറിൽ പോവുകയാണെങ്കിലും അതുപോലെ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിലും പിന്നെ ഫോർക്ക് ഉപയോഗിച്ച് ആഹാരം കഴിക്കുക. അതിൻ്റെ സിസ്റ്റം അതാണ്. ഒരു മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക, പിന്നെ ഇതൊക്കെ വിളിച്ച് വൃത്തിയായിട്ട് പോവുക. അപ്പോൾ അതൊരു മാന്യതയായിട്ട്. അപ്പോൾ നമ്മളൊരു വിവാഹ സ്ഥലത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ പോകുന്ന പോലെ വേണം നമ്മളൊരു ബാറിൽ പോകാനായിട്ട്. ബാറിലോ അല്ലെങ്കിൽ വെച്ചാൽ ഒരു കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അതിനകത്ത് വളരെ നീറ്റായിട്ടുള്ള അന്തരീക്ഷം അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈസിനെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് ബിസിനസ്. ധനസമ്പാദനത്തിന് മാത്രമല്ല, മാന്യമായ രീതിയിൽ ധനം സമ്പാദിക്കുക. ആളുകൾക്ക് ആനന്ദം പകർന്നിട്ട് ധനം സമ്പാദിക്കുന്നതിനാണ് ഹോട്ടൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഹോട്ടൽസ് എത്ര മനോഹരമായിട്ട്
കരുതലോടെ ഉണ്ടാക്കി കരുതലോടെ പ്ലാൻ ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് പോലെ തന്നെ പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു അത്യുജ്വലമായിട്ടൊരു കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ ഇതിവിടെ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ പ്ലാൻഡായിട്ട് വന്നിട്ട് പിന്നെ ബ്ലോഗർമാരെ കൂട്ടി അല്ല, ഞാൻ ബ്ലോഗറൊന്നും അല്ല, ഞാൻ പിന്നെ റൈറ്ററാണ്. അപ്പം പിന്നെ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഇന്ന് ബന്ധായതുകൊണ്ട് എല്ലാം ബന്ധമാണല്ലോ, പൊതുവേ എല്ലാം ബന്ധമാണ്, എല്ലാം ബന്ധനസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് പൊതുവെ എല്ലായിടത്തും തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ അസ്വാതന്ത്ര്യം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ എൻ്റെ ഭാര്യ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ആഹാരം കഴിച്ച് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ അടിപൊളി നന്നാന്തരമായിട്ടുള്ള ചൈനീസ് പെയിൻറ്റിങ്സും എല്ലാമായിട്ടുള്ള ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം നമ്മൾ ഊണ് കഴിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ വലിയൊരു ഭക്ഷണപ്രിയടൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും നല്ല പിന്നെ ഒരു കിളിയുടെ സ്വഭാവമുള്ള മനുഷ്യനാണ്. ഇപ്പോഴും പണ്ടേ അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള ഈ ചെറിയ പക്ഷികൾ, മില്ലറ്റ്സ്, അങ്ങനെയുള്ള ചെറിയ കുരുവികളൊക്കെ കഴിക്കുന്ന ചെറിയ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുക. പിന്നെ അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക. അല്ല, കഴിക്കാതിരിക്കുക അങ്ങനെ പർപ്പസ്ഫുള്ളായിട്ടിരിക്കുക. അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് കട്ട് ഫ്രൂട്ട്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊതി തോന്നിയുണ്ടൊരു നല്ല ഓണിയൻ പക്കവട പറഞ്ഞു, ചായ. അപ്പോൾ അതെല്ലാം കൂടെ എത്ര രൂപ, അധികമൊന്നും ഒരുപാട് രൂപയൊന്നും ആവത്തില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് രൂപയാവും. സ്റ്റാർ ഹോട്ടലിൽ കയറി അവിടെ പോയത് അത് പോലീസ് സ്റ്റേഷനെ ഭയക്കുന്ന പോലെ ഒരു സ്റ്റാർ ഹോട്ടലിനെ ഭയക്കേണ്ട കാര്യം. ഇത് 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അത്യാവശ്യം 10,000 രൂപയൊക്കെ ഒരു കരുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് AC ആണ്, നല്ല ആംബിയൻസാണ്. ഇപ്പോൾ നമുക്ക് വീടൊക്കെ കൊട്ടാരം പോലെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ചിലർക്ക് പറ്റുമായിരിക്കും. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ ഇത് വന്ന് അല്പനേരം സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം കഴിച്ച് സ്ത്രീകളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് സ്ത്രീകൾ കഴിക്കുന്നവർ ഇത് കഴിക്കാം, കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ബാറുകൾ, പിന്നെ സ്റ്റാർ ഹോട്ടലിലെ ബാറുകൾ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. ഇവിടെ പക്ഷേ വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ ഇതിൻ്റെ ആംബിയൻസ്, ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകുമ്പോൾ അടുത്ത വേറൊരു ആംബിയൻസാണ്. ഇവിടുത്തെ ആംബിയൻസ് വളരെ, ഇതൊരു എക്സിക്യൂട്ടീവ് ബാറാണ്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഇനിയിപ്പോൾ ഇതിനകത്ത് വിപുലമാക്കുമായിരിക്കും. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ ആയുള്ളൂ. അപ്പോൾ ഇത് നേരത്തെയുള്ള ഹോട്ടലാണെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് പൂജപ്പുര പിന്നെ നമ്മുടെ മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസൊക്കെ ഉള്ള ചെസ്റ്റർ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ബി ജയേന്ദ്രൻ ഗായകൻ എന്ന് പറഞ്ഞാൽ പോരാ, ഗോകുലമല്ലല്ലോ, കളഹംസവും ഒക്കെ ആയിട്ടുള്ള പിന്നെ ഗാനവും പിന്നെ പാട്ടും പാട്ടിൻ്റെ പാലാഴി തീർത്ത വ്യക്തി, അസാധ്യനായിട്ടുള്ള യുവ കോമളൻ. അപ്പോൾ ചെറുപ്പത്തിൽ അറിയാവുന്നതാണ് ബി ജയേന്ദ്രൻ. പെരുമ്പോര് പോകുന്ന ജയേന്ദ്രൻ. അപ്പോൾ എൻ്റെ പിന്നെ പെരുമ്പോര് പറഞ്ഞ കാര്യം നല്ല ജയേന്ദ്രനെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ പണ്ടൊരു നന്ദി തിരുവോണ എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് ചെയ്തു. അപ്പോൾ ആ ജയേന്ദ്രൻ്റെ വീട് തൊട്ട് ബി ജയേന്ദ്രൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇല്ല. പിന്നെ അവർക്ക് മംഗല്യ ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഭാര്യ ഇന്നുമല്ല വല്ലപ്പോഴും ഒക്കെ അവർ ഇവിടുന്ന് കഴിക്കും. പിന്നെ എനിക്ക് വായിച്ചോടുന്ന എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിട്ട് കഴിച്ചിട്ട് അവസാനം മംഗല്യം അത് കഴിച്ചത് പറഞ്ഞ് ഞാൻ പറയും എനിക്കൊന്നും ബേക്കറി സാധനങ്ങൾ താല്പര്യമില്ല. മൈദ ചേർത്ത ഒരു സാധനവും ഞാൻ കഴിക്കത്തുമില്ല, പ്രൊമോട്ട് ചെയ്യത്തുമില്ല. ഇനിയിപ്പോൾ എനിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും മൈദ ചേർത്ത ഒരു സാധനത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ട് ചെയ്യത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ അതിഗംഭീരമായിട്ടുള്ളൊരു മധ്യാഹ്നം. അപ്പോൾ അപൂർവമായിട്ടുള്ള ഭാര്യയായിട്ടൊക്കെ ഇടയ്ക്ക് വഴക്കുകളും മറ്റൊക്കെ ഉണ്ട്, വഴക്കുകളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചില സൗഭാഗ്യങ്ങളും നായർ കോമള ചെയ്തു തരാറുണ്ട്.
അപ്പോൾ അതാണ് എൻ്റെ ഗോലക്ഷ സ്ഥലത്തെടുത്ത് എൻ്റെ ഗോലക്ഷ സ്ഥലത്ത് എല്ലാവരും മോനെ ഇളം മോനെ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. മഹാനായ സവീസാജിയായ വിദ്യാഭ്യാസ വിചക്ഷണനും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആചാര്യമായിട്ടുള്ള ആർട്ട് ഓഫ് ലിവിങ് ആചാര്യമില്ല ആർട്ട് ഓഫ് ലിവിങ്ങിൽ ആദ്യമായിട്ട് സോഷ്യൽ ക്രിയേറ്റ് ചെയ്ത തിരുവനന്തപുരത്തെ ഒരു പൗരപ്രമുഖരും പിന്നെ യുവകോമളുമായിട്ടുള്ള എൻ്റെ ഗോലക്ഷ സാറിൻ്റെ ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ യുവാക്കളുടെ ഒരു നേതാവാണ്. അപ്പോൾ ചില പുള്ളി ആദ്യം പ്രായമൊന്നുമായിട്ടുള്ള ചെറു പയ്യനാണ്. കാരണം ഗോലക്ഷൻ സാറന്തി വിളിക്കുന്നതിന് ഒരു പയ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ഭാര്യമാരെ കുറിച്ച് ഭാര്യമാർ സൂക്ഷിക്കാതാക്കുള്ള സിനിമകളും പിന്നെ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഭവിച്ച കാവ്യഭാവന എന്നുള്ള കാര്യവും അതുകൊണ്ട് പിന്നെ പൂമുഖവാതിൽക്കൽ സ്നേഹം നിറയ്ക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അപ്പോൾ ഇങ്ങനെ ഭർത്താവിന് ബാറിൽ എക്സിക്യൂട്ടീവ് ബാറിൽ അത്യാവശ്യം മദ്യപിച്ച് കുത്താടാനൊന്നുമില്ല. അത്യാവശ്യം ഒരു ലാർജ് എടുത്താൽ ഇരിക്കുമ്പോഴൊക്കെ പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കും പടപടായിട്ട് ലാർജ് 12 പല പല അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയും ഇപ്പോൾ ചെറുപ്പമായിട്ട് അന്നിപ്പോൾ വൃദ്ധനാണല്ലോ. കിളവന്മാരുമായിട്ടുള്ള കമ്പനിയിൽ കിളവന്മാരെന്ന് വെച്ചാൽ അന്ന് ഈ കിളവന്മാരടുത്ത് കിളവ സാഹിത്യകാരന്മാർ കിളവ രാജകവാദികൾ എന്ന് വെച്ചാൽ നമ്മൾ ജോൺ അബ്രഹാം അപ്പോൾ ഇവർ പരമ കിളവന്മാരല്ലേ. ആ സ്വഭാവങ്ങളൊക്കെ അയ്യപ്പനൊക്കെ വേറെ അദ്ദേഹം ഒരു പാറ്റ കിളവൻ്റെ എല്ലാ സ്വഭാവങ്ങളുള്ള ചെറുപ്പക്കാരോട് നടക്കത്തുള്ളൂ. പക്ഷെ സ്വഭാവം എല്ലാം കിളവന്മാരുടെ വീട്ടിലുള്ള എല്ലാ അർഷസ് പിന്നെ പകന്തരം പിന്നെ ഇതല്ല നമ്മുടെ ബോൾസ് തൂങ്ങുന്ന അസുഖമുണ്ടല്ലോ ഹൈഡ്രോസിൽ എല്ലാം ഉണ്ടായിട്ടില്ല. ജോണിനിപ്പോൾ എന്തൊക്കെയാണ് ജോണിന് സർവ്വ അസുഖങ്ങൾ എന്തൊക്കെ രഹസ്യ രോഗങ്ങൾ ഇവർക്കൊക്കെ ഉണ്ട്. ഈ അരാജകവാദികൾക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഉള്ളതായപ്പോഴത്തേക്കും ഇവരൊന്നും ഈ അരാജകവാദികൾക്ക് അന്നത്തേന്ന് വെച്ചാൽ യാതൊരു ബോധമില്ലല്ലോ. അവർക്ക് എങ്ങനെ ഒരു കലാത്മകമായിട്ട് ചെയ്യണം. സിനിമ ചെയ്യാനും അറിയത്തില്ല, കലാത്മകമായി സിനിമ ചെയ്യാനും അറിയത്തില്ല, കലാത്മകമായി മര്യാദയ്ക്ക് കവിത എഴുതാനും അറിയത്തില്ല. അവരിങ്ങനെ അരാജകവാദമായിട്ട് അടിച്ച് പിറ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി അട്ടഹാസം ബോളൊക്കെ കുറേ പാട്ടൊക്കെ പാടും. ഇവ നന്നായിട്ട് പാടും, ജോണും പാടും. ജോൺ അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യപ്പനും കുറേ കവിതകളൊക്കെ തിരക്കില്ലാതെ എഴുതിയിട്ടുണ്ട്. പറയുന്നത്ര വലിയ ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മോനെ മോളെ ദിനേശിന്ന് എനിക്ക് പറയേണ്ടി വരും. അല്ല മോനെ ദിനേശിന്ന് ചിലയിടത്ത് പറയേണ്ടി വരും. ഈ കൊണ്ടാടുന്ന പോലുള്ള സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 5 മിനിറ്റോളമായി, 5:29 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിനകത്തൊരു മാതൃക എന്ന് വെച്ചാൽ സാക്ഷാൽ കുഞ്ഞിക്കയാണ്. പ്രത്യേകിച്ചുള്ള എനിക്കങ്ങനെ പരിചയം വെച്ചാൽ കുട്ടിക്കാലത്ത് നല്ല പരിചയം ഉണ്ടായിരുന്നു. കുട്ടിക്ക് നല്ല പരിചയം വെച്ചാൽ പല കാസർഗോഡ് എയർലൈൻസ് ടൂറിസ്റ്റ് സ്റ്റോമിൽ വെച്ചുള്ള പരിചയം. പിന്നെ കുഞ്ഞിരാമൻ നായർ, കെ കുഞ്ഞികൃഷ്ണൻ, ബാലകൃഷ്ണൻ മാങ്ങാട്, കെ മുഹമ്മദ്, PV കൃഷ്ണൊക്കെയുള്ള ആ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, കാസർഗോഡ് ബെൽറ്റ്. അപ്പോൾ ടൂറിസ്റ്റ് ഹോമിൽ എയർലൈൻസ് ടൂറിസ്റ്റ് ഹോമിൽ സംസ്ഥാന സാഹിത്യ പരിഷത്തിന് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞിക്കൊക്കെ വരും. അപ്പോൾ ഭയങ്കര MD ഒക്കെ ആടിച്ച് പിറ്റാണ് നമ്മളൊക്കെ സാഹിത്യപരമ്പര കാണുക. അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ ഇരിക്കാൻ ഇപ്പോൾ പോലും ഇരിക്കാൻ ഇപ്പോഴെന്ന് വെച്ചാൽ ഉച്ചയ്ക്കാണ് പറഞ്ഞത്, ഉച്ച നേരത്തെ ഈ മധ്യാഹ്നം. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഓർമ്മ വരുന്ന അയ്യപ്പന് ബോർഡനാണെങ്കിലും പരമമായി നോക്കിയായിരുന്നെങ്കിലും ഗ്രീഷ്മമോ സഖി നീയൊരുഷ്മള സ്വപ്നമാകും ഈ മധ്യാഹ്നവേളയിൽ, എത്രമേൽ ഹർഷം എത്രമേൽ സുഖം അങ്ങനെ പറഞ്ഞിട്ടുള്ള ഗ്രീഷ്മമോ സഖി എന്നുള്ള ഗംഭീരമായിട്ട കവിത. കുറേ ഗംഭീര കവിതകളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ പരമമായി നോക്കിയും ചെറ്റയായിരുന്നു, വൃത്തികെട്ട റാസ്കലല്ലേ അയ്യപ്പന്. ജോണ് പിന്നെ കുറച്ചുകൂടെ ഒരു മര്യാദക്കാരായിരുന്നു. അയ്യപ്പൻ ആര് കൂതർ സാധനമല്ലേ. ആ ലെവലാതി കേസ്, നാറ്റ കേസാണ്. കവിത എഴുതുന്ന വെച്ചിട്ട് നമ്മൾ സഹിക്കണമെന്നുണ്ടോ ഈ പരമ ബോറന്മാരെ. പക്ഷെ ചെങ്ങമ്പുഴയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ചെങ്ങമ്പുഴയൊക്കെ ഭയങ്കര മാന്യന്മാരായിരുന്നു വെച്ചാൽ ഗംഭീരമായിട്ടുള്ള കൃഷ്ണപിള്ളയാണല്ലോ. ഇത് കൃഷ്ണപിള്ളയും ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയും അയ്യപ്പൻ അറുമുഖൻ അയ്യപ്പനാണല്ലോ, തട്ടാനാണല്ലോ. ജാതി പറയാതെ ഇരിക്കല്ലേ, ജാതി പറയാതെ ഇരിക്കും, ജാതി ചോദിക്കണമെന്നാണ് സക്രിയൊക്കെ പറയുന്നത്. ഈ മദ്യം എന്ന് വെച്ചാൽ ഒരു ആദ്യം കൊണ്ടുവരുന്നത് കഴിക്കാൻ പറ്റത്തില്ല. എന്ത് ഭയങ്കര ബോറ് സാധനമല്ലേ മദ്യം എന്ന് പറയുന്നത്. വൃത്തിയായിട്ട സാധനമാണ്. ഇത്ര വൃത്തിയായിട്ടൊരു സാധനം ലോകത്തിൽ മദ്യം പോലെ. ചുമ്മാ നിരോധിക്കണതൊക്കെ അല്ലാതെ എന്ത് പറയാൻ ഇത്ര വൃത്തിയായിട്ട് അഗ്ലി ടേസ്റ്റും ഒരു ഗുണമില്ല. ഒരു ഗുണമില്ലാത്ത സാധനം പരമം. അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞതല്ല, അയ്യപ്പനൊക്കെ ഉപയോഗിക്കാൻ സാധനമല്ല. എനിക്കതിൻ്റെ അറപ്പ് വരും ഈ സാധനം കാണും.
ആ സമയം പാസ്സൊക്കെ ഞാൻ ബ്ലോഗ് എടുക്കാനായിട്ട് വന്നിട്ട് ഇതിനകത്ത് കയറി. അത് ആംബിയൻസൊക്കെ ഗംഭീരമാണ്. പക്ഷേ എൻ്റെ സാധനം കേട്ടപ്പോഴത്തെ ഒരു വൃത്തിയായിട്ട് അല്ല. ഇതിപ്പം മാജിക് മൂമെൻ്റാണ് കൂടിയ സാധനം. അല്ല കൂടിയ വെച്ചാൽ അങ്ങനെ കൂടിയ സാധനം മാജിക് മൂമെൻ്റ് എന്നൊക്കെ പറയുന്നത് അവിടെ ഇവിടെ കാര്യം പോകാൻ സാധനം മാജിക് മൂമെൻ്റൊക്കെ ഇവിടെ കിടക്കുന്നത് 3000 രൂപയുടെ കൊണ്ട് വരുത്താൻ പോകുമ്പോൾ വാച്ച്. അപ്പോൾ അങ്ങനെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും നല്ല രസകരമായ ഒരു ആംബിയൻസ് ഉള്ള എക്സിക്യൂട്ടീവ് ബാർ. പക്ഷേ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സ് വരും ഇവിടെ. കാര്യം ഇപ്പം ക്യാഷൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്യാഷും ഇതൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ കുറച്ചുകൂടെ മാറ്റുമായിരിക്കും. കുറച്ച് മാറ്റണം. മാറ്റിയാലേ അതിൻ്റെ ഒരു മാറ്റുമ്പോഴത്തേക്കുള്ള ഒരു ഇതുണ്ട്. പിന്നെ യുവ അല്ലൊരു ഒരു കുഞ്ഞു മോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക മണിപ്പൂരിലുള്ള മണിപ്പൂരിലെ ഒരു പാവക്കുട്ടി. രുക്മിണിക്കൊരു പാവക്കുട്ടി അല്ലാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രുക്മിണിക്ക് ഒരു പാവക്കുട്ടിയെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ചെയ്യാനെന്ന്. അങ്ങനെയൊക്കെയുള്ള വ്യസനങ്ങളുമുണ്ട്. ഏറ്റവും വലിയ വ്യസനം രുക്മിണിക്കൊരു പാവക്കുട്ടിയാണ്. ശരി, വൈൻഡപ്പ് ചെയ്യാം. ലാൽസനം.